അനിമോള് ഗാർഡൻ ഏരിയയിലിരിക്കുക. അപ്പോൾ അഭിലാഷ് അവിടെ വന്നിരിക്കും. അപ്പം അനിമോള് പറയാണ് അഭിലാഷിനോട്, പുറത്തുനിന്ന് വന്നവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. കാരണം എന്ന് വെച്ച് ഞാൻ തളരത്തൊന്നുമില്ല, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ക്ലാസ്സിലൊക്കെ നമുക്ക് ഒരു ടീച്ചറിന് ഒരു ഇഷ്ടമുള്ളൊരു കുട്ടി ഉണ്ടാവില്ലേ, അപ്പം മറ്റു കുട്ടികൾക്കൊക്കെ അസൂയയാണ് ആ ഒരു കുട്ടിയോട്. പിന്നെ ടീച്ചർ ഇഷ്ടം കാണിക്കുന്നത് കൊണ്ട് അതിനെ ഒറ്റപ്പെടുത്തും. അതുപോലത്തെ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഇവിടെ തോന്നുന്നത്. ഇവിടുന്ന് പോയപ്പം നല്ല സൗഹൃദത്തിലായിരുന്ന പലരും തിരിച്ചു വന്നപ്പോഴത്തേക്കും അവരുടെയൊക്കെ സ്വഭാവം മാറി. എന്നോട് ഭയങ്കര ദേഷ്യമാണ് അവരെല്ലാവരും കാണിക്കുന്നത്. എന്നാൽ ഇവിടെ വെച്ച് നല്ല സ്നേഹമായിരുന്നു, നല്ല കാര്യത്തിലാണ് അവർ പോയപ്പം. ആ ഒരു പിന്നെ നല്ല രീതിയിൽ അവരെ ഞാൻ യാത്ര അയച്ചിട്ടുള്ള ഇവിടുന്ന് എല്ലാവരും. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ സ്വഭാവത്തിലൊക്കെ എന്തൊരു മാറ്റം. എന്നോട് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരോടും നല്ല രീതിയിൽ അവർ പെരുമാറുന്നുണ്ട്. എല്ലാവരും കൂടി ഓരോരോ കാര്യത്തിൽ എന്നെ വേദനിപ്പിക്കുകയാണ്. അപ്പോൾ അഭിലാഷ് പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്, ഓരോരുത്തരുടെ പെരുമാറ്റം ഞാൻ കാണുന്നുണ്ട്. അവർ നിന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് പിന്നെ കളിക്കുവാണ്. കാരണം നിന്നെ അവർക്ക് തളർത്തണം, അതിനുള്ള ഇതാണ് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നത്. കൂടുതലും ഇവിടെ വന്ന ഗേൾസിനാണ് എന്നോട് വളരെ ദേഷ്യം. ബാക്കി എല്ലാവരും ചെളിവാരി എറിയുക ഇവിടെ വന്നിട്ട്. പക്ഷേ ഒരാൾ മാത്രമേ ഉള്ളൂ വന്നതിൽ ഒരു മാറ്റവും ഇല്ലാതെ എന്നോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ രീതി ഒക്കെ പറഞ്ഞു തന്നത് ലക്ഷ്മി മാത്രമാണ്. സൈഡിൽ നിന്നിട്ട് അവരും ഇവരും എല്ലാം ഒരുപോലെ എന്നെ ഇട്ടങ്ങ് കുത്തുവാണ്. എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് മറുപടി തന്നെ. എനിക്കത് ഒരുപാട് വിഷമമാവുന്നുണ്ട്. ഞാൻ അവരെ എന്ത് ചെയ്തിട്ടാണ് അവരിങ്ങനെ ഒക്കെ. എനിക്ക് അവരൊക്കെ വരാൻ വേണ്ടി വലിയ ആഗ്രഹമായിരുന്നു, എല്ലാവരും വരണേ, ഒരു ബഹളമാവുമല്ലോ, രസമാവുമല്ലോ, എല്ലാവരുമായിട്ട് നല്ല ഇതായിട്ട് നിൽക്കാമെന്ന്. വന്നവരെല്ലാം എന്നെ വേദനിപ്പിക്കുകയാണ് എന്നൊക്കെ അഭിലാഷിനോട് രാവിലെ വളരെ വിഷമത്തോടെ അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.